മാനവ സാഹോദര്യമാണ് ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്നതെന്ന് അതിനായുള്ള കേന്ദ്രങ്ങളാവണം പള്ളികളെന്നും ശിഹാബ് അബ്ദുൾ മുത്തന്നൂർ തങ്ങൾ അഭിപ്രായപ്പെട്ടു. പുത്തൻതെരുവ് ജമാഅത്ത് പള്ളിയുടെ വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റമുണ്ടാകും. കുറേ വയലുകൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ വയലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പറയേണ്ട കാലഘട്ടത്തിലുണ്ട്. വയലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വയലറിയാം. ഇനി യൂട്യൂബ് തുറന്നാൽ ഇനി വയലിൻ്റെ കൂമ്പാരങ്ങൾ അതും നമുക്ക് കിട്ടാൻ കഴിയും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രമാണ് ഇതിൽ മാറ്റങ്ങൾ വരുന്നുള്ളത്? നമ്മൾ എത്ര മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്? ആ മാറ്റങ്ങൾ വരണം, അപ്പോഴേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ നീട്ടി പരത്തി ഒരു വിഷയവും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അറബികളാകുന്ന ആളുകളുടെ സിസ്റ്റം അതാണ് എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഒരു മദ്രസയുടെയും ഒരു പള്ളിയുടെയും വിഷയങ്ങൾ പറയുമ്പോൾ, ഇല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ഉള്ളത് അൽഹംദുലില്ലാഹ് കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അത് എത്ര സന്തോഷമാണ്, എത്ര സന്തോഷമാണ്. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. പള്ളി ഇമാം ഉനൈസ് അഖ്സരിയുടെ ദുആയോടെ ആരംഭിച്ച യോഗത്തിൽ സമസ്ത കേരള ജമയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളത്തെ വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരായ ജലാലുദ്ദീൻ മൗലവി, മഹമ്മൂദ് മുസ്ലിയാർ, തജുദ്ദീൻ ബാഖവി, ഇമാമുദ്ദീൻ സഖാഫി, നിസാർ സഖാഫി എന്നിവരോടൊപ്പം ജമാഅത്ത് ഭാരവാഹികളായ കെ നൌഷാദ്, ലിയാഖത്ത് പറമ്പി, നിസാർ KJ, A സലീം, അൻസാരി കോയിക്കലേത്ത് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരവധി വ്യക്തികളിൽ നിന്നും സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഉണ്ടായി. തുടർന്ന് മുത്തന്നൂർ തങ്ങൾ നടത്തിയ കൂട്ടപ്രാർത്ഥനയിൽ മുഴുവൻ ജമാഅത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങളോടൊപ്പം നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം.